നമ്മളെ CPM സർക്കാർ വിരോധിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളൊരു കമൻ്റ് ഉണ്ടല്ലോ അല്ലേ, നിങ്ങളുടെ CPM സർക്കാർ വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇതിൽ പെടാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ എന്തായിരുന്നു അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. നമ്മൾ 2023 ഈ വർഷം തന്നെ മെയ് മാസം അല്ലേ, നമ്മൾ കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കേരള സർക്കാർ കൊണ്ടുവന്ന നല്ലൊരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മലപ്പുറത്ത് നിന്ന് പോയിട്ട് കൊച്ചിയിൽ പോയിട്ട് വീഡിയോ ചെയ്ത ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. ഏകദേശം 3,64,000 അധികം ആളുകൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ കണ്ടതാണ് ആ വീഡിയോ. അന്ന് അതിൻ്റെ അടിയിലെ കമൻറ്റ് ഇപ്പോൾ എടുത്ത് വായിച്ചപ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കണ്ട് ഇതാ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ, ഈ വീഡിയോ ചെയ്തു തന്ന മാസ്റ്റർ പീസിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതേപോലെ നിരന്തരം കമൻറ്റ്. അത് മാത്രമല്ല, ആ ഒരു കൊച്ചി വാട്ടർ മെട്രോക്ക് നമ്മൾ ₹1 പോലും വാങ്ങാതെ, ഇത് നല്ലൊരു സംഭവം. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കൊച്ചി വാട്ടർ മെട്രോ വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ക്ഷണം കിട്ടിയിട്ട് PRO ആണ് അതിൽ സംസാരിക്കുന്നത്. അവർ നമ്മളെ കൊണ്ടുപോയിട്ട് ചെയ്യിച്ചാട്ടോ. അങ്ങനെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മറന്നു. അത് മാത്രമല്ല, 2021 ചാറ്റ് വിത്ത് CM എന്ന് പറഞ്ഞിട്ടുള്ള CMൻ്റെ ഇതേ പിണറായി സർക്കാരിൻ്റെ നമ്മളെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ യൂട്യൂബേഴ്സിനെ മൊത്തം വിളിച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ഇവിടെ തിരുവനന്തപുരത്ത് കോവളത്താണുള്ളത്. നമ്മൾ CMനെ കാണുന്നല്ലേ, എല്ലാവരും ഓക്കെ, പ്രമുഖമായിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വന്നത് CMന്റെ ഒരു മീറ്റ് ഉണ്ട്, അതായത് ചാറ്റ് വിത്ത് CM. അതായത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ എല്ലാവരും യൂട്യൂബേഴ്സിനൊക്കെ വിളിച്ചിട്ട് അവരുമായിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അതിൽ കുറച്ച് ആളുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും മറുപടി പറയാനുള്ള സംവിധാനം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതന്നെ. അതിൽ നമ്മളെ ചാനലിൽ മലപ്പുറത്ത് നിന്ന് ശരിക്കും നമ്മൾ തന്നെയാണ് ഇതിന്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. 20 ചോദ്യം ഉണ്ടായിരുന്നു. അടുത്തതായി നിസാർ ബാബു മാസ്റ്റർ പീസ്. നമസ്കാരം, ഞാൻ നിസാർ ബാബു മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. യൂട്യൂബിൽ ചാനൽ കാര്യങ്ങളായിട്ട് പോകുന്നു. ഇപ്പോൾ ഉള്ളി പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ 20-22 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ചോദ്യം ചോദിച്ചത് നേരിട്ട് CM ആയിട്ട് സംസാരിച്ചതും ചോദിച്ചതുമാണ്, അതിന് മറുപടി CM തന്നതുമാണ്. ഇതെല്ലാം ചെയ്തതും കണ്ടതും പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പോൾ ഒരു വിഷയം, നമ്മുടെ പെർമിറ്റ് ഫീ വർധനവ് വന്നപ്പോൾ നമ്മളൊരു വിഷയം എടുത്തിട്ടു. ആ വിഷയം വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഒരു അസഭ്യമോ ഒന്നുമില്ലാതെ. ഇതുവരെ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു നമ്മുടെ ഫീസ് 1,600 23,000 ആയി എന്നുള്ളതിലേക്ക് ഒരു പ്രതിഷേധം എന്നുള്ള രീതി ചെയ്തു. അതിനുശേഷം അതിന് എന്താ പറയുക, പ്രത്യാഘാതം എന്നുള്ള രീതിയിൽ കുറേ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതിനുശേഷം നവകേരള സദസ്സിലേക്ക് നമ്മൾ വളരെ മാന്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത പരാതി, ആ പരാതി സ്വീകരിക്കുന്ന കൗണ്ടറിൻ്റെ മുന്നിൽ നിന്നും വന്ന ഈ ആക്രമണം, ഞങ്ങളുടെ മൊബൈലും മൈക്കും അതിൻ്റെ കയ്യിൽ നിന്നും അവർ പിടിച്ചു പറിച്ചു വാങ്ങി. അത് ഒത്തുതീർപ്പാവണം എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് എന്നെ തല്ലി. ഇങ്ങനെയുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലായി. അതിനുശേഷം പിന്നീട് അത് പരാതിയായതിനു ശേഷം 10-20 ദിവസത്തിന് ശേഷം 11 ആൾ അവർ കീഴടങ്ങിയതിന് ശേഷം കോടതി പോയി. നമുക്കുള്ളത് ഗവൺമെൻറ് വക്കീൽ മാത്രമേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ പ്രൈവറ്റ് വക്കീൽ വരെ നമ്മൾ വെച്ചിട്ടില്ല എന്നാണ് അർത്ഥം. റിമാൻഡിലായി, ജയിലിലായി. 2-3 ദിവസത്തെ ജയിലിൽ കടന്നതിന് ശേഷം വീണ്ടും അവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇതാണിപ്പോൾ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവിച്ചാൽ നമ്മുടെ മൊബൈൽ കട്ടെടുത്തിരിക്കുന്ന ഈ ഒരു സംഭവം ഇവർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നതാണ്. ആദിലിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വലിക്കുന്നതും ഈ സ്റ്റേഷനിൽ പോയി വാങ്ങിക്കോ എന്ന് പറയണത് കേട്ടോ. അത് കേസിന്റെ വഴിക്ക് പോവുകയാണ്. എന്നിട്ട് ഈ ഒരു സംഭവം ഇവർ തരൂല, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയണത്. ഇതിനു വേണ്ടി പലരും സംസാരിച്ചതൊക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഹിക്ക് എന്ന് പറയുന്ന സംഘടന നമുക്ക് വേണ്ടി നമ്മളെ കൂടെ നിൽക്കും. നമ്മുടെ അസോസിയേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180ഓളം ചാനൽസ് അതിലുണ്ട്. അപ്പോൾ അവരാണ് ഇത് കേസ് നടത്താൻ പോണത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് തരാനുള്ള പരിപാടി ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്നിട്ടും ഇവരുടെ എന്താ പറയുക, ഒരു പിടിവാശിയാണോ ഇനി വാശിയാണോ എന്താ സംഭവം എന്നറിയില്ല, അവർ
തരൂല എന്ന് അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. അതുകൊണ്ട് ഇനി കേസായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഈ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബങ്ങളും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നീട് ഒരു സമയത്ത് നമ്മളെ അടുത്ത് വന്നിട്ട് പിന്നെ നിങ്ങൾ ഇത് കേസ് ആക്കിയിട്ട് ഒത്തുതീർപ്പാവണം എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ നമുക്കും ശരിക്കും പറയണമെങ്കിൽ ഈ കാണുന്ന ആളുകളൊക്കെ കുറേ ആൾക്കാർ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ആയിട്ട് കണക്ഷൻ പേർക്കൊക്കെ ഉണ്ടാവും അല്ലേ? നാട്ടുകാരനാണല്ലോ, അടുത്തുള്ള ആൾക്കാരാണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അടുത്തുള്ള ആൾക്കാരേക്കാരം. അപ്പോൾ അന്ന് മൊബൈൽ തട്ടിപ്പറിക്കണതും കയ്യിലാക്കണതും ഒക്കെ എല്ലാവർക്കും, നമ്മുടെ നാട്ടിലെല്ലാവർക്കും അവിടെ കൂടി എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ്. പോലീസിനും അറിയുന്നൊരു സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജയിലിൽ പോകാനുള്ളൊരു കാരണം ഉണ്ടായത് കേട്ടോ. അല്ലാതെ നമ്മളെ ഭാഗത്തു നിന്ന് ഇവർക്ക് ജാമ്യം നിഷേധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീൽ പോലും നമ്മളൊരു വക്കാലത്ത് പോലും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. 100% അവർക്കെതിരെയായിരുന്നു എവിഡൻസ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത് ജയിലിലേക്ക് ആവാനുള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എടുത്തിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാനാണ് അങ്ങനെ തന്നെ ഉണ്ടാവുക. ഒരു കേസാകുമ്പോൾ അങ്ങനെയാണല്ലോ വരിക. ഇപ്പം ഇവർ പറയണത് നമ്മളെ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ നമ്മൾ പലരും പറഞ്ഞ് നമ്മളെ അടുത്ത് ഇങ്ങനെ എത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ ഒരു CPM വിരോധിയോ അല്ലെങ്കിൽ സർക്കാർ വിരോധമോ നമ്മൾ തലയിലില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് നമ്മൾ വ്ളോഗേഴ്സാണ്, പല വിഷയങ്ങളും വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നിലപാട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലേ. അങ്ങനെ ഒരു സർക്കാർ വിരോധമോ അല്ലെങ്കിൽ ഒരു CPM വിരോധമോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൊച്ചി വാട്ടർ മെട്രോൻ്റെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതും പൈസ വാങ്ങാതെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ആണെങ്കിൽ നോക്കാം അല്ലേ. ഗവൺമെന്റിന്റെ ആദ്യത്തെ പരിപാടി 2021 ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ അതായത് ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലുമൊക്കെ അടുത്ത ഗവൺമെന്റിനായിട്ട് പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു പരിപാടിയാണല്ലോ, നമുക്ക് പറയാനുള്ളതും അതും ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അത് പറഞ്ഞ് അതിൽ പങ്കെടുത്ത് നല്ലൊരു പരിപാടിയായിരുന്നു. അതിനുശേഷം അത് വീഡിയോയിൽ നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് തിരുവനന്തപുരത്തേക്ക് പോയി. അതിനൊന്നും പ്രൊമോഷൻ ചാർജ് ഒന്നും ഇല്ല കേട്ടോ. സാധാ നമുക്ക് ഒരു പരിഗണന എന്നല്ലേ. അതൊരു പ്രൊമോഷൻ അല്ല, അത് CM ആയിട്ട്. അത് ശരിക്കും പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു CM ആയിട്ട് ഇതേപോലെ നമ്മളെ ഇൻഫ്ലുവൻസർ വ്ളോഗേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മീറ്റപ്പ് നടത്തുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ശരിക്കും ഞങ്ങളൊക്കെ അത് നല്ലൊരു ഉഷാറിൽ പോയിട്ട് നല്ല നിലക്ക് വീഡിയോ ചെയ്തതാണ്. ചാറ്റ് വിത്ത് CM. അതെ, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ സാധനമാണത്. പിന്നെ അതേപോലെ തന്നെ ശേഷം കൊച്ചി വാട്ടർ മെട്രോ. അപ്പം വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ നല്ലൊരു പദ്ധതിയല്ലേ, അത് ഗവൺമെന്റിന്റെ പദ്ധതി. അപ്പോൾ അത് നമ്മൾ പോയി ചെയ്ത് നല്ല കാര്യമാണ്. അത് നമ്മൾ പറയുന്നുണ്ട്, ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ്, വെള്ളത്തിലൂടെ ഓടുന്ന മെട്രോ സർവീസ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തതുമാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകളാട്ടോ. ഇത് കൊണ്ടുവന്ന LDF സർക്കാരിന്, പിണറായി മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, മാസ്റ്റർ പീസിന് അഭിനന്ദനങ്ങൾ. ഇപ്പം നമ്മളെന്തായി, നമ്മളൊരു കാര്യമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും രാഷ്ട്രീയ വിരോധിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റലും. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്ട ആളുകൾ ഇപ്പം ഞങ്ങൾ 2 വ്യക്തികൾ മാത്രമാണ് ഇതിൻ്റെ ഏര. പക്ഷേ ഇവർ ജയിലിൽ നിന്ന് വരുമ്പോഴും അങ്ങോട്ട് പോയുമ്പോഴും വിപ്ലവഗാനം പാടിയിട്ടും അവരെ മാലയിട്ട് സ്വീകരിക്കലൊക്കെ ആയിട്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സങ്കടം. നമ്മളെ കുടുംബത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും DYFIൻ്റെയും പ്രവർത്തകരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട്, നമ്മളെ സുഹൃത്തുക്കളിലും ഉണ്ട്. ഇവർക്കൊക്കെ ഇതിൻ്റെ സത്യങ്ങളൊക്കെ അറിയാവുന്നതുമാണ് അല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹം കാണുന്നുണ്ടല്ലോ. കാരണം നമ്മളെ എന്ന് പറഞ്ഞത് ഞങ്ങൾ 2 ആൾ മാത്രമാണ്. ഇതിനെതിരെ ഇതൊരു മാലിട്ട് സ്വീകരിക്കലും ഇതൊരു രാഷ്ട്രീയ ഇവരെ എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് മനസ്സിലായി. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനാണ് നോക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഇപ്പം ഈ പെർമിറ്റ് ഫീസിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെതിരെ കേസെടുക്കാം അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാം. ആ പറഞ്ഞ വിഷയത്തിനെതിരെ നമ്മൾ ഇന്ന് വരെ CPMനെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അസഭ്യ വാക്കുകൾ സംസാരിച്ചുകൊണ്ടോ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. അത് ഒരു പാർട്ടി, CPM എന്നല്ല, UDF ആയാലും BJP ആയാലും നമ്മൾ ഇതുവരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു രീതിയിലോ നമ്മൾ സംസാരിച്ചിട്ടില്ല. നമ്മൾ സംസാരിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയാണ്. അതായത് അത് LDF അല്ലെങ്കിൽ CPMന് മാത്രം അവകാശപ്പെട്ടതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവർക്കും ഉള്ള മുഖ്യമന്ത്രിയാണ്. അത് ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് വരുമ്പോൾ ആ ഒരു പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ MLA ആയിരിക്കും മന്ത്രിയാവുക, അവരായിരിക്കും മുഖ്യമന്ത്രിയാവുക. അത് പിന്നെ എല്ലാവർക്കും അവർ സത്യപ്രതിജ്ഞ ചെയ്യണത് തന്നെ ഈ നാട്ടിലെ ജനങ്ങളിലെ കടപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്.
ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. കാരണം കുറേ ആളുകളുടെ ഇടയിലേക്ക് ഇവർക്ക് ഇത് കുത്തി നിറച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് കാണാൻ പറ്റും അല്ലേ, എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൽ ശരിയല്ല, ഇത് ഇതിൻ്റെതായ രീതിയിൽ തന്നെ ആണ് കാണേണ്ടത്. ആ ഒരു രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമുക്ക് താല്പര്യം വളരെ കുറവാണ്. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, ഇതിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങൾ ആ വഴിക്ക് പോകണം. പിന്നെ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞത് നമ്മളെ മൊബൈലും മൈക്കുമാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, iPhone 40 Pro ആണ്. ആ മൊബൈലിന് 1.25 ലക്ഷം റുപ്യ വില എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിലുള്ള ഫയലാണ് നമ്മളെ ഏറ്റവും വലിയ വാല്യൂ. കാരണം നമ്മളിവിടെ അടുത്തായിട്ട് പോയിരിക്കുന്ന വിയറ്റ്നാം, കംബോഡിയ, തായ്ലൻഡ്, ഈ 3 രാജ്യങ്ങളും ഞങ്ങൾ പോയത് പ്രൊമോഷൻ എടുത്തിട്ടാണ്. ഈ പ്രൊമോഷൻ പരസ്യത്തിന് പൈസ നമ്മൾ വാങ്ങിയിട്ട് ഈ 3 രാജ്യങ്ങൾ കറങ്ങുമ്പോൾ അത് പിന്നീട് ഇവർക്ക് ഈ വീഡിയോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പകരം അങ്ങനെയാണ് ചെയ്യുക അല്ലേ, എക്സ്പെൻസ് ക്ലിയർ ചെയ്യില്ല. അപ്പോൾ അത് ആ ഒരു എമൗണ്ട് ശരിക്കും ക്ലിയർ ചെയ്യൽ അങ്ങനെയാണ്. അതിന് ഫേസ്ബുക്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഇട്ടു, അതും ഫുള്ളായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഇതിലും യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ട് പോലുമില്ല. ആ ഒരു ഭാഗമൊക്കെ അതിൽ കുടുങ്ങി കിടക്കുകയാണ്. അത് വല്ലാതെ ഒരു 20 വീഡിയോസ് അതിൽ കുടുങ്ങി കിടക്കുക. ശരിക്കും പറയണമെങ്കിൽ നമ്മൾ പെട്ട് കിടക്കുകയാണെന്നല്ലേ പറയാം അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു കേസിൻ്റെ ബാക്കിൽ പോകണമെന്ന് എല്ലാവരും മനസ്സിലാക്കുക.